ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് വൈബ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ റീൽസിലൂടെ വൈറലായ ഊട്ടിയിലുള്ള ഹങ്കർ ഫോർട്ട് ട്രീ എസ്റ്റേറ്റ് ആണ്. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളെല്ലാം കാണാം. എത്തിപ്പെടാൻ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത സ്ഥലമാണ് ഹങ്കർ ഫോർട്ട് ടീ എസ്റ്റേറ്റ്. നമ്മൾ നാടുകാണി ചുരം കയറി ഊട്ടി ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അവിടെ 9th മൈൽ വ്യൂ പോയിന്റ് കഴിഞ്ഞ് നമ്മളൊരു ട്രീ പാർക്ക് കാണും. ആ ട്രീ പാർക്കിൻ്റെയും 9th മൈൽ വ്യൂ പോയിൻ്റെയും ഇടയിലായിട്ടൊരു ചെറിയൊരു അമ്പലം കാണാം വലത്തെ ഭാഗത്ത്. അതിലൊരു ചെറിയ പോക്കറ്റ് റോഡ് ഉണ്ട്. അതിൽ വേണം നമുക്ക് ഈ ടീ എസ്റ്റേറ്റിലേക്ക് പോകാൻ. പക്ഷെ ഞങ്ങൾ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നാണ് വന്നത്. ഞങ്ങൾ മസിനഗുഡി വഴിയായിരുന്നു ഊട്ടിയിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നാണ്. അത് ആദ്യം നമ്മൾ ഈ ട്രീ പാർക്ക് കഴിഞ്ഞിട്ടാണ് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് റോഡ് കണ്ടു. അതിലാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു റോഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് വിജനമാണ്, ചെറിയൊരു വഴിയാണ്. അപ്പുറത്തുനിന്നൊരു വണ്ടി വന്നാൽ സൈഡ് കൊടുക്കാനുള്ള ഒരു ചെറിയ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ല രസമാണ് കേട്ടോ. ഒരു കാടിൻ്റെ നടുവിലൂടെ പോകുന്ന ഫീലിംഗ് കിട്ടും ആദ്യം. പിന്നെ നമ്മൾ അങ്ങനെ പോയി എത്തുന്നത് തേയിലത്തോട്ടത്തിലേക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹങ്കർ ഫോർട്ട് ടീ എസ്റ്റേറ്റിൻ്റെ മെയിൻ കവാടം. ഇവിടെ നമുക്കൊരു സെക്യൂരിറ്റി ഉണ്ട്. സെക്യൂരിറ്റി ഒരാളെ കയ്യിൽ നിന്ന് 100 രൂപയാണ് ഇങ്ങോട്ട് എൻട്രൻസ് ഫീ ആയിട്ട് വാങ്ങുന്നത്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ലാഭം വേണമല്ലോ, ഇത്രയും ടൂറിസ്റ്റുകൾ ഇവിടെ വന്നു പോകുമ്പോൾ. എന്നാലും 100 രൂപയ്ക്ക് കുറച്ചധികമാണ്. ഇവിടെ നമ്മൾ ഡ്രോണും ക്യാമറയൊന്നും അലൗഡ് അല്ല. ഡ്രോൺ ഇവിടെ ഫോറസ്റ്റ് ഏരിയ ആണ്, അതുകൊണ്ട് ഡ്രോൺ ഒട്ടും അലൗഡ് അല്ല. ക്യാമറ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ തന്നെ അയാൾ അതിന് എക്സ്ട്രാ പൈസ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളത്തെ കാഴ്ചകളൊക്കെ ഇനി കാണാം. ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണിത്. നല്ല ഭംഗിയാണ്. ഊട്ടിയിലെ പതിവ് കാഴ്ചകളിൽ നിന്നൊക്കെ ഒന്ന് മാറി വ്യത്യസ്തമായിട്ട് ഒരു ഇരുന്ന് നമുക്കൊന്ന് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ്. നമ്മൾ ഊട്ടിയിൽ വരുമ്പോൾ സാധാരണയായിട്ട് കാണാറുള്ള ബോട്ടാനിക്കൽ ഗാർഡൻ, അതുപോലെ തന്നെ കർണാടക ഗാർഡൻ, പൈൻ ഫോറസ്റ്റ്, അതിൽ നിന്നൊക്കെ മാറിയിട്ട് നമുക്കൊരു വേറെ ഒരു ആംബിയൻസ് തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ. തീർച്ചയായിട്ടും അടുത്തൊരു ഊട്ടി വിസിറ്റ് നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പം എന്തായാലും ഈ ഒരു സ്പോട്ട് ഒന്ന് നിങ്ങളുടെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ ഇട്ടോളൂ. അടിപൊളിയാണ്, വർത്ത് കമ്മിങ് ആണ്. ഇവിടെ ഇത് എസ്റ്റേറ്റിന്റെ പ്രോപ്പർട്ടി ആണ്. ഇവിടെ എന്തായിരുന്നു, താമസമായിരുന്നോ അതോ ഇനി ഫാക്ടറി പോലെ ബുക്ക് ചെയ്യിപ്പിച്ചതാണോ എന്നൊന്നും അറിയില്ല. ഇവിടെ എനിക്ക് തോന്നുന്നു അവര് താമസിച്ചിരുന്ന സ്ഥലമാണെന്ന്. കാരണം ഹീറ്റ് ചെയ്യാനുള്ള ഒരു പൊസിഷനും അതുപോലെ തന്നെ അടുപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കണ്ടോ, അവിടെ നമുക്ക് തീയൊക്കെ കത്തിച്ചിട്ട് ചൂട് പിടിക്കാനുള്ള. ഇത് ആയ കാലത്ത് എങ്ങനെയായിരിക്കും എന്ന് ഒന്ന് കഴിഞ്ഞ് ചെന്നിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കണം കേട്ടോ. ഹങ്കർ ഫോർട്ടിന്റെ പഴയ കാലത്തെ ഫോട്ടോസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണാം. വൈകുന്നേരമായി, നല്ല തണുപ്പൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടൈം ഊട്ടിയിൽ വരുമ്പോൾ മറക്കണ്ട ഹങ്കർ ഫോർട്ട് ടീ എസ്റ്റേറ്റ്.